ഒരു മിനിറ്റ് സമയം തന്നാൽ ബുള്ളിഷ് മാർക്കറ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ബുള്ളിഷ് മാർക്കറ്റ് എന്നത് ഇത്തരത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ഹൈ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇത്തരത്തിലാണ് ബുള്ളിഷ് മാർക്കറ്റ് പോകുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. അതേപോലെ വീണ്ടും പ്രീവിയസ് ആയിട്ടുള്ള ഹൈയെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഇത്തരത്തിൽ ഹയർ ഹൈ ഉണ്ടാക്കി പോകുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചാർട്ടിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്ന് നോക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിമിലേക്ക് ചാർട്ടിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് ഇവിടെ 1 ഹവർ ചാർട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, ഈ ഒരു ഹയർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അവിടെ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ആക്കി പോകുന്നതിനെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്.